ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുന്നു മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ശിവേട്ടനും കമലയും കൂടി വൈജയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൈതക്കലിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ വൈജയന്തി അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രന് മറ്റൊരു സ്ത്രീയിലുണ്ടായ ഒരു മകളാണ് ലീന എന്നുള്ള സത്യം വൈജയന്തി തിരിച്ചറിയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി വളരെയധികം ഷോക്കായിരിക്കും. ഇപ്പോൾ ഇത്രയും നാൾ എന്നെ എൻ്റെ മക്കളെയും ചതിക്കുകയായിരുന്നല്ലേ ബാലചന്ദ്രൻ എന്നുള്ള രീതിയിലൊക്കെ വൈജയന്തി സംസാരിക്കുകയാണ്. അപ്പോൾ ശിവേട്ടൻ പറയുകയാണ്, വൈജയന്തി എന്ത് തീരുമാനം എടുത്താലും കൊള്ളാം, പക്ഷേ മക്കളെ മുഖം കൂടി ഓർത്തോണം എന്ന് പറയുകയാണ്. അപ്പോൾ കമലയെ ഒരുപാട് കുത്തുകളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നിനക്ക് അവിടെ ഒരു സ്ഥാനം കാണില്ല, നീ നിൻ്റെ മക്കളൊക്കെ പിറകെ നിൽക്കുകയുള്ളൂ, ബാലചന്ദ്രൻ്റെ മകളായിരിക്കും ഇനി അവിടെ ഭരിക്കാനൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ വൈജയന്തി വളരെയധികം വിഷമത്തിന് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരിക്കലും വൈജയന്തി പ്രതീക്ഷിക്കുക ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത്. എന്നിട്ട് അമ്മയെ ചെന്ന് കാണുകയാണ്. മോളെ, അവൻ ഇത്രയും മാത്രം ഒരു ചതിയനാണ് ഞാൻ വിചാരിച്ചില്ല, ഇനി നീ അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടും, അവളും ഇതിനെല്ലാം കൂട്ടുനിന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ അമ്മയെ സംസാരിക്കുകയാണ്. എന്നിട്ട് വൈജയന്തി അതിനൊന്നും മറുപടി പറയാതെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് അലീനയ്ക്ക് നേരെ രണ്ട് മെക്കിട്ട് കയറുകയാണ്. അപ്പോൾ നീ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലേ ഇവിടെ നീ നിന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. നീ പലപ്പോഴും അർത്ഥങ്ങൾ വെച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പം കാര്യം പിടികിട്ടിയെന്ന് പറയുകയാണ്. അപ്പോൾ നിന്നെ ഞാൻ ഇവിടെ വാഴിക്കില്ലെന്നും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ രണ്ടുപേരിൽ ഒരാൾ മാത്രം മതിയെന്നും ഇവിടെ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോവുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വളരെയധികം വിഷമമാവുകയാണ്. കാര്യങ്ങളൊന്നും അറിയാതെയാണ് വൈജയന്തി ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അലീന നേരെ ചെന്ന് ബാലചന്ദ്രൻ സങ്കടങ്ങളൊക്കെ പറയുകയാണ്. അമ്മ വളരെയധികം അപ്സെറ്റാണെന്ന്, വളരെ ടെൻഷനിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ്. എനിക്ക് ഊഹിക്കാം അമ്മയുടെ മനസ്സ് എന്താണെന്നുള്ള. അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ച് മറുപടി ചോദിക്കുകയാണ്, അപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് മാത്രമേ മനസ്സുള്ളൂ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയധികം വേദനിച്ചത്, എനിക്ക് ഹൃദയാഘാതം വരെ സംഭവിച്ചത് നിൻ്റെ അമ്മ ഒറ്റൊരുത്തി കാരണമാണ്. നിനക്ക് അങ്ങോട്ട് ചാവ് എന്താണെന്ന് എനിക്കറിയാം, പെറ്റ വയറിൻ്റെ സ്നേഹം അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്രൂരത നിന്നോട് കാണിച്ചിട്ട് നീ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേരിൽ ഒരുപാട് വർഷം ഈ ചതിയിൽപ്പെട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വരികയായിരുന്നു, ഇനി അതിനൊന്നും വിട്ടുകൊടുക്കുന്നില്ല, അവൾ വേറെ ഞാൻ വേറെ, അങ്ങനെയുള്ളൊരു ജീവിതം മതി എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ തൽക്കാലം അലീന എന്നിട്ട് എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് കിടക്കുന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയണം, അതായത് എനിക്കുണ്ടായ മകളാണെന്ന് പറയണം. അപ്പോൾ എവിടെ തള്ള എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. എന്നാൽ ഇത്രയും ചെറ്റത്തരം നിങ്ങൾ എന്നോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇത്രയും വർഷം നിങ്ങൾ ചതിച്ചല്ലേ എന്നോടൊപ്പം ജീവിച്ച, ചതിയാന്നൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ നീ എന്നെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ ചോദിക്കുകയാണ്. അപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, നിങ്ങളുടെ കാര്യമല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞാൻ കഴിഞ്ഞ എല്ലാം സഹിച്ച് ഇവിടെ ജീവിക്കാൻ തയ്യാറാണ്, പക്ഷേ അലീന വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ അതിന് മറുപടി കൊടുക്കുകയാണ്, അലീന ഇവിടെ തന്നെ നിൽക്കും, നിനക്ക് വേണമെങ്കിൽ പോകാം, ഇത്രയും നാൾ എൻ്റെ മകൾ അനാഥയായിട്ട് കഴിഞ്ഞു, ഇനി അതിന് പറ്റത്തില്ല, അവൾ ഇനി സന്തോഷമായിട്ട് ജീവിക്കണം, അതിന് ഇവിടെ നിന്നേ പറ്റുള്ളൂ, നിനക്ക് വേണമെങ്കിൽ പോകാം, ഇവിടെ നിൽക്കുക, അതൊക്കെ നിൻ്റെ ഇഷ്ടമെന്ന് പറയുകയാണ്. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചില തീരുമാനം എടുത്തെന്ന് പറഞ്ഞിട്ട് വൈജയന്തി താഴോട്ട് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ചെന്ന് ബാഗെല്ലാം പാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഡ്രസ്സെല്ലാം എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് വൈജയന്തി കാറും എടുത്തുകൊണ്ട് അർദ്ധരാത്രി തന്നെ പുറപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്